ഇത് നോക്ക് മുങ്ങി കുളിച്ച് കിടക്കുന്ന ഒരു സാധനം. പൊരിച്ച പത്തിരിക്കേ പേര് കേട്ട നമ്മുടെ നാട്ടിൽ പൊരിക്കാത്ത പത്തിരിക്ക ഒന്ന് പേര് കേൾപ്പിച്ചാലേ നമുക്ക്. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് പൊടി വാട്ടിയെടുക്കണം. അപ്പം അതിന് വേണ്ടി 1.5 ഗ്ലാസ് വെള്ളമാണ് ഇട്ടാ. അതിൻ്റെ അകത്തേക്ക് ഉപ്പും പിന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ ഒതുക്കി ചേർക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കൂടെ ഒന്നങ്ങോട്ട് ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കണ്ടിട്ടാ. അതിൻ്റെ പുറകെ തന്നെ 1 കപ്പ് വറുത്ത അരിപ്പൊടിയോടെ ചേർത്തിട്ട് പൊടി നന്നായിട്ട് ഒന്നങ്ങോട്ട് വാട്ടിയെടുത്തോ. എന്നിട്ട് നേരെ ഇന്നൊരു തലയിലോട്ടാണ് മാറ്റി കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറേശ്ശെ നമ്മുടെ സാധാ വെള്ളമില്ലേ പച്ചവെള്ളം അത് ഒഴിച്ചിട്ട് പൊടി നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചിട്ട് നമ്മൾ ഈ പത്തിരിക്കൊക്കെ ബോൾസ് എടുക്കില്ലേ അതേപോലെ ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ടേ നമ്മളെ കൈ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ഷേപ്പ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അതായത് ഒരുപാട് കട്ടിയിൽ വേണ്ടിട്ടാ ഈ സാധനം. ഇനി നമ്മളുടെ കയ്യിലെ ഉള്ളതിലെ ഏറ്റവും വലിയൊരു പാൻ തന്നെ അങ്ങോട്ട് ചൂടാക്കി കൊടുത്തോളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയാൽ മതി. എന്നിട്ട് ഈ ഓരോ ബോൾസും നമുക്ക് ഈ പാനിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ ഒരു മീഡിയം ലോ ഫ്ലെയിമിലോട്ട് അങ്ങനെ ഇട്ടോ. കുറച്ചധികം നേരം വേണട്ടോ അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് വരാനായിട്ട്. നമുക്ക് ആ നേരം കൊണ്ടേ തേങ്ങാപ്പാൽ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ നല്ല കട്ടി തേങ്ങാപ്പാലിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ നെയ്യിൽ ഉള്ളി മൂപ്പിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒരു മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ബോൾസൊക്കെ വെന്തിട്ടുണ്ടാവും. ഈ ഓരോ ബോൾസ് പറക്കിയിട്ടേ നേരെ നമ്മളെ തേങ്ങാപ്പാലിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് ജസ്റ്റ് 2-3 സെക്കൻഡ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ എല്ലാ ബോൾസും ഇങ്ങോട്ട് ഇട്ടിട്ടേ നല്ലോണം നട്ട് കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ സെർവ് ചെയ്യാം. നല്ല ബീഫ് വരട്ടോ ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളി ഒരു സാധനം കേട്ടോ ഇത്. പിന്നെന്താ പ്രശ്നം എന്ന് വെച്ചാലേ ഇതിങ്ങനെ ചുട്ടെടുക്കാനായിട്ട് ഇമ്മിണി നേരം ഒന്നും അല്ലട്ടോ വേണ്ടേ. നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പലക